ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പം നമ്മുടെ സായി അല്ലെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് പുതിയ ലുക്കിലും ഭാവത്തിലുമൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡും വീക്കെൻഡ് എപ്പിസോഡുമായി എവിഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ലൈവ് കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഏതാണ് ഈ ഒരു പുതിയൊരു കണ്ടസ്റ്റൻ്റ് എന്ന് അത്ഭുതപ്പെട്ടു. കാരണം ആളെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ആ ഒരു എന്താ പറയുക, ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ലൈറ്റെല്ലാം ഓഫ് ചെയ്തു ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അപ്പോൾ ഈ ഒരു ഡൈനിങ്ങിലിരുന്ന് ഇവർ സംസാരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പം നമുക്ക് ആളെ കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെ ഈ ഒരു ഹെയറിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടിട്ട് നമ്മൾ സായി ആയിരിക്കുമോ എന്നുള്ളൊരു സംശയത്തോടെയാണ് നോക്കുന്നത്. നോക്കുമ്പോൾ താടിയൊക്കെ എടുത്ത് വേറൊരു ഭാവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സായി കൃഷ്ണൻ. അപ്പം ലാലേട്ടൻ പറഞ്ഞതുപോലെ ലാലേട്ടൻ അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു സീക്രട്ട് ഏജൻ്റായിട്ട് ബിഗ് ബോസ് സീസൺ 6 വന്ന് പിന്നെ ഒരു സായി കൃഷ്ണൻ എന്നൊരു വ്യക്തിയിലേക്ക് മാറുകയും അതിനുശേഷം നമ്മുടെ ഫാമിലി എല്ലാം വന്നതിന് ശേഷം ഒരു കണ്ണനായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ആ ഒരു കണ്ണനിലേക്കുള്ള ഭാവമാറ്റം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്ന പരകായ പ്രവേശമാണോ ഈ പുതിയ താടിയൊക്കെ എടുത്ത് പുതിയൊരു ഭാവമാറ്റം എന്ന് അറിയില്ല. എന്താണേലും ലൈവ് കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടെ ഞെട്ടിപ്പോയ പ്രേക്ഷകർ പലരും ഇത് പലയിടത്തും സംശയം ഉണർത്തിയിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് അന്താളിച്ചു പോയി, ആരാണിത്, പുതിയൊരു വൈൽഡ് കാർഡ് കയറിയോ? എനിക്ക് പോലും സംശയം തോന്നി, ഈ ഒരു സമയത്ത് ഈ പുതിയൊരു വൈൽഡ് കാർഡ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയോ, എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ. അപ്പം ഇന്നത്തെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. പ്രൊമോയിലും ഈ ഒരു സായിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. താടിയൊക്കെ എടുത്ത് എന്താ പറയുന്നത്, ഇപ്പം മുകളിലത്തെ ആ ഒരു കളറടിച്ച തൽമുടി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മൊത്തത്തിൽ അങ്ങ് പോയി. എന്താണേലും കൊള്ളാം, വൈൽഡ് കാർഡായിട്ട് ഈ ഒരു സീസൺ 6 എത്തി. എല്ലാവരും എന്താ പറയുന്ന പുറത്തൊരു റിവ്യൂ ചെയ്തിരുന്ന സായിനെ പ്രേക്ഷകരെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ തേച്ചൊട്ടിച്ചു. എന്താ പറയുക, ഒരു വാഴ കാറ്റഗറിയിലേക്ക് എഴുതി തള്ളിയ ഒരു കണ്ടസ്റ്റൻ്റാണ് സായി എന്ന് പറയുന്നത്. അവിടെ ചെന്ന അന്ന് മുതൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിച്ചതൊന്നും തന്നെ ചെയ്തില്ല, പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും ഉണ്ടാക്കിയില്ല. ബിഗ് ബോസിൻ്റെ റൂൾസ് അടക്കം വയലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സായിയുടെ അവിടുത്തെ നിലനിൽപ്പ്. ആരും ഒരു പരിഗണന കൊടുക്കാത്ത, പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഈ പറയുന്ന നമ്മുടെ സായി. പിന്നീട് എന്നാൽ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സായിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും നമുക്കൊരു മാസ് പെർഫോമറെന്നോ മികച്ച പെർഫോമറെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ നിലവിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള വാഴ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ കുറച്ച് മെച്ചപ്പെട്ട കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ നമുക്ക് സായിയുടെ പേരും പറയാൻ സാധിക്കും. അത്യാവശ്യം പ്ലാനിങ്ങുകൾ ആൾ ചെയ്യുന്നുണ്ട്. പുള്ളി ഓരോന്നും വളരെ സ്ലോ ആണ്, എന്നാൽ വളരെ സ്റ്റഡിയാണ്, പയ്യാണ് പുള്ളി കയറി വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ടാസ്കുകൾ ചെയ്യുന്നതും ടാസ്കുകളിലെ പ്ലാനിങ്ങുകളും അതുപോലെ മറ്റ് പല കാര്യങ്ങളും സായിയുടെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകർ കാണുന്നതാണ്. അപ്പം ഒരു വാഴ കാറ്റഗറിയിൽ നിന്ന് പയ്യെ സായി മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രേക്ഷകർക്ക് പല രൂപമാറ്റങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സായിയുടെ ഒരു പ്ലാനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. നേരത്തെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുമ്പോൾ ഇന്ന സ്റ്റേജുകളിൽ ഞാൻ ഇന്ന രീതിയിലേക്ക് മാറും, എൻ്റെ ഒരു വ്യക്തിത്വത്തെ അല്ലെന്നുണ്ടെങ്കിൽ പഴയ ഒരു സായി കൃഷ്ണൻ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും മാറി പുതിയൊരു വ്യക്തിയിലേക്ക് വരണം, എല്ലാ രീതിയിലും നല്ല രീതിയിലൊക്കെ പോകണം, ഫാമിലി ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ന സ്റ്റേജിൽ ഇന്ന ഒരു രൂപമാറ്റം കൊടുത്ത് പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ, പല രീതിയിൽ ശ്രദ്ധിക്കുന്നു. സായിയുടെ ഫാമിലി ഇഷ്യൂസൊക്കെ പോയി ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. അപ്പം പ്രേക്ഷകർക്കിടയിൽ സായി എന്ന ഒരു പാവം മനുഷ്യനെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു, അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്നു. അതെന്തുമായിക്കൊള്ളൂ, അത് പുള്ളിയുടെ ഗെയിമോ എന്തുമാവട്ടെ. കാരണം നല്ല രീതിയിൽ പ്രേക്ഷകരെ ദ്രോഹിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ല, പറ്റിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെയാണ്. ബാക്കി പലരും അവിടെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ സായി എന്താണെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പം മികച്ചൊരു കണ്ടസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട്, മുന്നിലേക്ക് വരുന്നുണ്ട്. ഗെയിമുകളിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും സായിയുടെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. എന്തായാലും സീക്രട്ട് ഏജൻ്റായി വന്ന് സായി കൃഷ്ണനായിട്ട് വന്ന് ഇപ്പം നിലവിൽ കണ്ണനായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 6 ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന സായിക്ക് മുന്നോട്ട് ഏത് രീതിയിൽ, അപ്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ലിമിറ്റേഷൻസും ഒക്കെ വെച്ചുകൊണ്ട് പുതിയ കണ്ണനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പുതിയ വൈൽഡ് കാർഡൊന്നും അല്ല, പ്രേക്ഷകരാരും തെറ്റിദ്ധരിക്കേണ്ട. എപ്പിസോഡുകളോ ലൈവുകളോ കാണാൻ വൈകുന്നവരാരും പല എന്താ പറയുന്ന പ്രമോയും അതുപോലെ തന്നെ പല വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും കണ്ട് എവിടെയെങ്കിലും കണ്ട് തെറ്റിദ്ധരിക്കാൻ നിൽക്കേണ്ട. പുതിയൊരു വൈൽഡ് കാർഡല്ല നമ്മുടെ സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ഇനി അറിയപ്പെടാൻ പോകുന്ന കണ്ണനാണ്. അപ്പം നമുക്ക് നോക്കാം പുതിയ കണ്ണനായിട്ടുള്ള സായിയുടെ രൂപമാറ്റത്തിൽ അല്ലെങ്കിൽ ഭാവമാറ്റത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും ഇനിയുള്ള ഗെയിം സ്ട്രാറ്റജിയിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.